ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ക്യാരറ്റും ബീൻസും വെച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും കുറച്ച് ബീൻസുമാണ്. ക്യാരറ്റിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പീൽ ചെയ്ത് കളയണം. ക്യാരറ്റ് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീൻസിൻ്റെ രണ്ട് സൈഡും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ ബീൻസും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. തോരനുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 3 അല്ലി ചെറിയ ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ തോരൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുരുമുളക് ചേർക്കാറില്ല, പക്ഷേ ഈ തോരനിൽ ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ തോരന്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. കൂടുതൽ അരഞ്ഞു പോയത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. തോരനുള്ള അരപ്പ് ഈ കാണുന്ന പോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഉണക്കമുളക് രണ്ടായിട്ട് കീറിയതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഉഴുന്നുപരിപ്പ് മൂത്ത് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാളയെല്ലാം മൂത്ത് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. ബീൻസും ക്യാരറ്റും ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ബീൻസും ക്യാരറ്റും എല്ലാം പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടുതലായി പോകരുത്, 2 ടേബിൾ സ്പൂൺ മതി. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇനി പാൻ്റെ മൂടി മാറ്റിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ക്യാരറ്റും ബീൻസും പാൻ്റെ 4 സൈഡിലേക്ക് ഇതുപോലെ നീക്കി വെക്കാം. അതിനുശേഷം അതിൻ്റെ നടുവിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. തോരൻ കൂടുതൽ ഡ്രൈ ആയി പോകാതിരിക്കാനും മസാലകളൊന്ന് കുക്കായി കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ക്യാരറ്റും ബീൻസും എല്ലാം ഈ മസാലയുടെ മുകളിലേക്ക് പൊത്തി വെച്ച് കൊടുക്കണം. വീണ്ടും പാൻ മൂടി വെച്ച് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാൻ തുറന്ന് വെച്ച് തന്നെ 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. തോരനൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. തോരന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും എല്ലാം കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പുപൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയും ഉപ്പുപൊടിയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമായി നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.